നമസ്കാരം. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെൻറ്റിനകത്തു നിന്നും പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. സാർ, ഈ 12 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 12 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരു ബില്ല് പരാജയപ്പെടുന്നത്. അതിനെ ലോകം അല്ലെങ്കിൽ ഈ രാജ്യം മുഴുവൻ അതിനൊരു പ്രചരണ വിഷയമാക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇത് NDAയുടെ ഒരു കരിദിനമാണ് എന്നാണ്, NDA പരാജയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് ഈ വനിതാ സംവരണ ബില്ലിൻ്റെ ഈ ഒരു പരാജയപ്പെടൽ പൊതുജനങ്ങൾ കാണേണ്ടത്? ഇത് ജനാധിപത്യത്തിൻ്റെ വിജയം, മോദിയുടെ തകർച്ചയുടെ തുടക്കം എന്നൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി ഇന്നലത്തെ ആ ദിനത്തെ വിശേഷിപ്പിച്ചത്. മറുവശത്ത് പാർലമെൻറ്റിൽ ഈ ബിൽ പരാജയപ്പെട്ടു. പ്രതിപക്ഷ കക്ഷികൾ വലിയ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. രാജ്യത്ത് 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വേദി ഒരുങ്ങി നിൽക്കുന്നു. ഒന്നും കാണാതെ NDA ഇത്തരമൊരു ബിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കില്ല. പാർലമെൻറ്റിൽ ഈ ബിൽ പരാജയപ്പെടുമ്പോൾ മറുവശത്ത് ജനാധിപത്യത്തിൻ്റെ പരാജയം എന്നൊക്കെ അതിനെ പരിഹസിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഇനി വിയർക്കേണ്ടി വരും. 2 കാരണങ്ങളാണ്. ഒന്ന്, പശ്ചിമ ബംഗാളിലെ വോട്ടർമാർ പൊതുവെ മാതൃത്വത്തെ, സ്ത്രീകളെ വലിയ ബഹുമാനത്തോടെ കാണുന്നവരാണ്. മമതാ ബാനർജിയെ വലിയ ബിംബമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നവരാണ്. പശ്ചിമ ബംഗാളിൽ വലിയ അടിയൊഴുക്കുകളുണ്ട് എന്ന് NDA കരുതുന്നു, BJP കരുതുന്നു. അടുത്ത ഭരണം തങ്ങളുടേതായിരിക്കും എന്നവർ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മറുവശത്ത് തമിഴ്നാട്, ഒരിക്കൽ ജയലളിതയൊക്കെ ഭരിച്ച തമിഴ്നാട് സ്ത്രീത്വത്തെ വലിയ ആരാധനയോടെ ആ സമൂഹം നോക്കിക്കാണുന്നു. സ്ത്രീകൾക്ക് 33% സംവരണം ഈ 2 സംസ്ഥാനങ്ങളിലും വലിയ പ്രകമ്പനമുണ്ടാക്കുമെന്ന് ഒരു പക്ഷേ NDA കണക്ക് കൂട്ടുന്നുണ്ടാവാം. വനിതാ സംവരണ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ ഇതൊരു ഭരണഘടനാപരമായ പ്രൊട്ടക്ഷനാണ് സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉന്നം വയ്ക്കുന്നത് അത്തരമൊരു നീക്കമാണ്. എന്തുകൊണ്ടാണ് ഈ ബിൽ പരാജയപ്പെട്ടത്? ഈ ബിൽ പരാജയപ്പെടുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷം ആ നീക്കത്തിൽ വിജയിക്കുന്നുണ്ടോ, അതോ ഇതൊരു മോദിയുടെ സമ്പൂർണ്ണ പരാജയമാണോ? ആത്യന്തികമായി ഇന്നലത്തെ ലോക്സഭയിലെ ഈ ബിൽ പരാജയപ്പെട്ട ആ സംഭവം നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത് മോദിയുടെ ഒരു പരാജയമായി കാണാൻ കഴിയില്ല. NDAയുടെ ഒരു തന്ത്രം മറ്റൊരു തലത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയായിരുന്നു നരേന്ദ്രമോദി. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടി ഈ വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ച് 3-2 ഭൂരിപക്ഷം തങ്ങൾക്കില്ല എന്നവർ ഉറപ്പിച്ചിരുന്നു. പക്ഷെ നാളുകൾക്ക് മുമ്പ് തന്നെ സർവകക്ഷി യോഗം വിളിച്ച് ഇത്തരമൊരു ബില്ലിൻ്റെ പ്രാധാന്യം സർവകക്ഷി യോഗത്തെ അറിയിച്ച് പ്രത്യേക പാർലമെൻറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള അനുമതിയും വാങ്ങിയിരുന്നു. അപ്പോഴൊന്നും പ്രതിപക്ഷം ഇത്ര കണ്ട ആർജവത്തോടെ ബില്ലിനെ എതിർത്തില്ല. എന്നാൽ ഈ ബില്ലിൻ്റെ മറവിൽ 2 ഘടകങ്ങൾ കൂടി ചേർത്ത് വെച്ചു കേന്ദ്ര സർക്കാർ. ഒന്ന്, ഡീലിമിറ്റേഷൻ. 2011 സെൻസസിൻ്റെ അനുപാതത്തിൽ മണ്ഡല പുനർനിർണയം. അപ്പോൾ ഈ 2 ഘടകങ്ങളെയാണ് പൂർണ്ണമായും പ്രതിപക്ഷം എതിർക്കുന്നതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു, ശശി തരൂർ പറയുന്നു, KC വേണുഗോപാൽ പറയുന്നു. പക്ഷേ ഈ 2 ഘടകങ്ങളെ അവർ എതിർക്കുമ്പോൾ 543 MP-മാരിൽ എന്തുകൊണ്ട് ഇത്തരമൊരു സംഭരണം സാധ്യമാകില്ല എന്നിന്നലെ അമിത്ഷാ വളരെ വിശദമായി പ്രതിപാദിച്ചിരുന്നു. അതേക്കുറിച്ച് അമിത്ഷാ പറയുന്നത് MP-മാർക്കൊരു കണ്ടിന്യൂറ്റി വേണം. അവരുടെ മണ്ഡലം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെടും. MP-മാരുടെ കണ്ടിന്യൂറ്റിയെ ഇത് ബാധിക്കും. നിലവിലുള്ള MP-മാർക്ക് അവരുടെ ആ കണ്ടിന്യൂറ്റിയെ ബാധിക്കാതെ കൂടുതൽ സീറ്റുകൾ കണ്ടെത്തി വനിതകൾക്ക് 33% പ്രാതിനിധ്യം ഉറപ്പിക്കുക. അവിടെയാണ് ലോക്സഭയിലെ 543 എന്നത് വീണ്ടും ഒരു 50% കൂടി കൂടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. ഇവിടെ കൂടുതലായി മറ്റു മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ ഇരിക്കുന്ന ചില വസ്തുതകളുണ്ട്. നമുക്ക് ആ വസ്തുതകളിലൂടെ ഒന്ന് പോകുന്നത് തീർച്ചയായിട്ടും ഈ ബില്ലിൻ്റെ കാലിക പ്രസക്തി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ബിൽ പരാജയപ്പെട്ടു, അത് സത്യമാണ്. പക്ഷേ 1971 നേരത്തെ ഇന്ദിരാഗാന്ധി 25 വർഷത്തേക്ക് മണ്ഡല പുനർനിർണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്നത് MP-മാരുടെ എണ്ണം കൂട്ടുന്നത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബിൽ അന്ന് പാസ്സാക്കിയത്. നമ്മുടെ ഭരണഘടന ചില അനുച്ഛേദം, നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 81-ൽ
ചില കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സെൻസസ് കഴിയും തോറും മണ്ഡല പുനർനിർണയം നടത്തി ജനസംഖ്യ ആനുപാതികമായി കൂടുതൽ പ്രാതിനിധ്യം പാർലമെൻറ്റിൽ വരുത്തണം. അതെ. അപ്പം ഇതനുസരിച്ച് ഇപ്പോൾ 543 MP-മാർ, ഇവിടെയാണ് NDA ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുള്ളത്. ഒന്ന്, അമിത്ഷാ ഇന്നലെ പറഞ്ഞിരുന്നു, ചില പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 45 ലക്ഷം വോട്ടർമാർ, ചില പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 6 ലക്ഷത്തിൽ താഴെ വോട്ടർമാർ. ഈ ജനസംഖ്യ അനുപാതം എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് NDA ചോദിച്ചത്. അപ്പോൾ ജനസംഖ്യ ആനുപാതികമായി MP-മാരുടെ എണ്ണം പുനഃക്രമീകരിച്ചാൽ, മണ്ഡലങ്ങളുടെ എണ്ണം പുനഃക്രമീകരിച്ചാൽ അവിടെ ഒരു വലിയ തകരാറ് സംഭവിക്കും. ഒരു ഉദാഹരണത്തിന്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ അനുപാതം കൂടുതലുള്ള മേഖലകളിൽ MP-മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും. എന്നാൽ ജനസംഖ്യാ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ MP-മാരുടെ എണ്ണത്തിൽ കാതലായ മാറ്റം വരില്ല. ഇവിടെ BJP ഒരു ഫോർമുല കണ്ടെത്തി. നമുക്കൊരിക്കൽ കൂടി 1976 അന്ന് 42ാം ഭേദഗതി. പിന്നീട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് 2002 വീണ്ടും ഒരു 25 വർഷത്തേക്ക് കൂടി ഈ MP-മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം ചെയ്യുന്നതുമൊക്കെ അവർ മരവിപ്പിച്ചിരുന്നു. 2002 ആ മരവിപ്പിക്കൽ നിയമം 2026 വരെ പ്രാബല്യത്തിലുണ്ട്. 2026 കഴിയുമ്പോൾ വളരെ സ്വാഭാവികമായി ഭരണഘടനയുടെ നിശ്ചയപ്രകാരം 2026 നടക്കുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ ക്രമീകരിക്കണം, പുനർനിർണയിക്കണം. അതിനാനുപാതികമായി തെരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അവിടെ വീണ്ടും ഒരു മരവിപ്പിക്കൽ നടപ്പിലാക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ കെണിയാണ് പ്രതിപക്ഷത്തെ കാത്തിരിക്കുന്നത്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് പാർലമെൻറ്റിൽ പ്രതിപക്ഷം വിജയിച്ചു എന്ന് പറയുമ്പോൾ ഈ കെണി അവർ ബോധപൂർവം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇതാണ് NDAയുടെ തന്ത്രം. വലിയൊരു പ്രശ്നത്തിനാണ് അവർ തീ കൊളുത്തിയിരിക്കുന്നത്, വലിയൊരു വിവാദത്തിലാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രചരണ വിഷയത്തിനാണ് അവർ തീ കൊളുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന പഴയ ബില്ലിനനുസരിച്ചിട്ട്, അതായത് 2023 പാസ്സാക്കിയ വനിതാ സംവരണ ബില്ല്, അത് ഡീലിമിറ്റേഷൻ ഒക്കെയാണ് പോകുന്നത്. ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്, പഴയ രീതിക്ക് അനുസരിച്ച് തുടരണമെന്ന്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധി അതോടൊപ്പം തന്നെ അടൽ ബിഹാരി വാജ്പേയി രണ്ടുപേരും ഈ ഡീലിമിറ്റേഷൻ നടത്തണമോ വേണ്ടമയോ എന്നൊരു ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നു. രണ്ടുപേരും അത് മാറ്റിവെക്കുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അവർ ഡീലിമിറ്റേഷനുമായി മുന്നോട്ട് പോകും. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കോൺഗ്രസ് സംരക്ഷിച്ചു എന്ന അവകാശവാദം അവിടെ പൊളിയുകയല്ലേ? അല്ല, ഇവിടെ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും പിന്നീട് വാജ്പേയിയുടെ കാലത്തും ഈ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യയിലാണ്, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ ഈ ഭരണഘടനാ അനുച്ഛേദത്തിൽ പറയുന്ന ഈ നിയമം സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മണ്ഡല പുനർനിർണയം നടത്തി MP-മാരുടെ എണ്ണത്തിൽ ആനുപാതിക വർധനവ് വരുത്തിയാൽ ഇത് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളെയാണ് എന്ന വാദം ആ കാലഘട്ടത്തിൽ ശക്തമായി ഉയർന്നു വന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പൊതു സാമൂഹിക ചുറ്റുപാടിൽ അത്തരമൊരു വാദം നിലനിൽക്കുന്നില്ല. ജനസംഖ്യ നിയന്ത്രണത്തെ വലിയ ഒരു കാര്യമാത്ര പ്രസക്തമായി കേന്ദ്ര സർക്കാരും കാണുന്നില്ല. മറിച്ച് BJPയെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അവരുടെ വളരെ ശക്തിമത്തായ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ് പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശൊക്കെ അവരുടെ കൈക്കുമ്പിളിലാണ്. ആ മേഖലയിൽ വലിയ ജനസംഖ്യാ വർധനവും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ സീറ്റുകളുടെ എണ്ണം എടുക്കുമ്പോൾ യാതൊരുവിധ അനുപാതവുമില്ല ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി. UPക്കൊക്കെ 19 സീറ്റുകളാണുള്ളത്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് വളരെ നാമമാത്രമായ MP-മാരുടെ എണ്ണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അമിത്ഷാ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ നരേന്ദ്രമോദി അവതരിപ്പിച്ച ഈ വനിതാ സംവരണ ബില്ലിനോടൊപ്പമുള്ള മണ്ഡല പുനഃക്രമീകരണ ബില്ലിൽ അവർ ചില വ്യവസ്ഥകൾ വെച്ചിരുന്നു. ഒന്ന്, ഇപ്പോഴുള്ള MP-മാരുടെ എണ്ണം ആനുപാതികമായി 50% വർദ്ധിപ്പിക്കും. അപ്പോൾ കേരളത്തിന് 20 പേരാണെങ്കിൽ 30 പേരായി ലഭിക്കും. എന്നാൽ ജനസംഖ്യ അനുപാതികമായി, അല്ലെങ്കിൽ 2026 നടക്കുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് 30 പേരെ കിട്ടില്ല. ചിലപ്പോൾ 24 ആവും, ചിലപ്പോൾ 25 ആവും. എണ്ണത്തിൽ വലിയ
കുറവ് സംഭവിക്കും. എന്നാൽ ഈ വർധനവ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും, അതിൻ്റെ ആനുകൂല്യം ലഭിക്കും. വീണ്ടും വളരെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഇന്ത്യയിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ BJP ഇത് കാലേക്കൂട്ടി കാണുന്നുണ്ട്. ആകെക്കൂടി നമ്മുടെ പ്രതിപക്ഷം ഇപ്പോൾ ഒരാശ്വാസമായി കാണുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരപകടമില്ലാതെ BJPയെ മോദി സർക്കാരിനെ എതിരിടാൻ തങ്ങൾക്ക് പ്രാപ്തമാകും എന്നൊരാത്മവിശ്വാസം മാത്രമാണ്. അവിടെ കൂടുതൽ വോട്ട് നേടി അധികാരത്തിലെത്തിയാൽ ഈ ബില്ല് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെക്കാം എന്നൊരു വിദൂര പ്രതീക്ഷ അവർക്കുണ്ട്. എന്നാൽ 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ തന്നെ തിരികെ അധികാരത്തിലെത്തിയാൽ, BJPക്ക് സ്വാധീനമുണ്ടായാൽ, അവർ ഈ മണ്ഡല പുനഃക്രമീകരണവുമായി മുന്നോട്ട് പോകും. അവിടെ പിന്നീട് ഇപ്പോൾ BJP സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ യാതൊരുവിധ ഉത്തരവാദിത്വവും അവർ കാട്ടിയെന്ന് വരില്ല. ഇതാണ് വലിയൊരു വെല്ലുവിളി. ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ അപ്പുറത്ത് NDA ഇവരൊരു ദീർഘവീക്ഷണത്തിൻ്റെ പ്രശ്നമാണോ? കാരണം ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ രക്ഷകനായി കോൺഗ്രസ് അവതരിക്കുമ്പോൾ ഏതാനും ചില തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലൊരു ഹോൾഡ് കിട്ടിയേക്കാം. പക്ഷേ ഈ പറയുന്ന വലിയ സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ഗുജറാത്ത്, UP ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസ്സിനെതിരായ ഒരു തരംഗം ഉണ്ടാവില്ലേ? കാരണം തങ്ങൾക്ക് ലഭിക്കാനിരുന്ന കൂടുതൽ സീറ്റാണ് ഈ കോൺഗ്രസ് ഇടപെട്ട് തടഞ്ഞു വെച്ചത്. ഇതൊരു വലിയ തിരിച്ചടിയാവില്ലേ? അല്ല, വനിതാ സംവരണം ഏർപ്പെടുത്തണമെന്ന വാദം പാർലമെൻറ്റിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചത് ബാലിശമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. കാരണം നിലവിലുള്ള MP-മാർ മാറി നിന്ന് അതിലേക്ക് വനിതകൾ വരാൻ ഇവരൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഒരു കയ്യടിക്ക് വേണ്ടി ബില്ലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അത്തരമൊരു നിലപാടെടുത്തത്. എന്നാൽ NDA എന്തുകൊണ്ടാണ് തങ്ങൾ 50% സീറ്റ് വർദ്ധിപ്പിക്കണം എന്ന് ശഠിക്കുന്നതെന്ന് കൃത്യമായി ഇന്നലെ വിവരിച്ചിരുന്നു. 543 MP-മാരുടെ ആനുപാതികം എടുക്കുമ്പോൾ അതിൽ 33% വനിതാ പ്രാതിനിധ്യം നടപ്പിലാക്കാൻ പലവിധ പരിമിതികളുണ്ട്. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം. മറ്റൊന്ന് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന ചില പൊളിറ്റിക്കൽ സ്ട്രക്ചറലിസത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ ഘടകങ്ങൾ മുന്നിൽ കാണുമ്പോൾ ഇത് പ്രായോഗികമാവുക എളുപ്പമല്ല എന്നാണ് NDA പറയുന്നത്. മറുവശത്ത് 543 MP-മാരിൽ 33% സംവരണം ഏർപ്പെടുത്തുകയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അത് ചെയ്യുക. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. മണ്ഡല പുനഃക്രമീകരണവും മറ്റ് സംവരണ വിഷയങ്ങളുമൊക്കെ വനിതാ സംവരണ ബില്ലിൽ നിങ്ങൾ കുത്തിക്കയറ്റി ആ ബില്ലിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷെ ആ വാദത്ത് ഒന്ന് സെൻസസിൻ്റെ കാര്യമാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്, 2 മണ്ഡല പുനഃക്രമീകരണം ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ. പക്ഷേ ഈ വാദം രണ്ടും വലിയ പ്രസക്തി ഉള്ളതല്ല. ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാകുന്ന ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്. ഇന്ത്യ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണിത്. പക്ഷെ ഇവിടെ വനിതാ സംവരണ ബിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷം തോൽപ്പിച്ചു എന്നൊരു പ്രചരണായുധം BJPക്ക്, NDAക്ക്, മോദിക്ക് ഇട്ടുകൊടുക്കാൻ ഇടവന്നു. ഇപ്പോൾ പാർലമെൻറ്റിൽ ബിൽ പരാജയപ്പെട്ടു എന്നതിൽ സന്തോഷിക്കാം. പക്ഷെ അതിലപ്പുറം വനിതാ പ്രാതിനിധ്യം എന്ന ഒരു വലിയ വിഷയമാണ് ഇനി വിശദീകരിക്കാൻ ബാധ്യതയാകുന്ന പ്രതിപക്ഷത്തിന്. NDA സംബന്ധിച്ച് അത് വലിയൊരു പ്രചരണായുധവുമാണ്. അപ്പോൾ കൃത്യതയോടെ നമ്മൾ ഇതിനെ വിലയിരുത്തുമ്പോൾ ആത്യന്തികമായി ഇതിൽ മോദിയുടെ തോൽവി എന്ന് പറഞ്ഞു വയ്ക്കാൻ എളുപ്പമല്ല. കാരണം ഇതൊരു ചാണക്യതന്ത്രമായിരുന്നു, പ്രതിപക്ഷത്തെ വെട്ടിലാക്കാനുള്ള ചാണക്യതന്ത്രം. അതിൽ NDA വിജയിച്ചിരിക്കുന്നു. പക്ഷെ സാങ്കേതികമായി പാർലമെൻറ്റിൽ അവർ തോറ്റു. ഈ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഇന്ന് തന്നെ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ ഇവർക്ക് തമിഴ്നാട്ടിലെങ്കിലും കോൺഗ്രസിന് ഇതൊരു പ്രയോജനം ലഭിക്കുമോ? തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാടിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം വേറെയാണ്. അവിടെ ഇപ്പോൾ കോൺഗ്രസിന് ഒരു റോളില്ല. BJPയെ സംബന്ധിച്ചും വലിയ റോളില്ലാത്തൊരവസ്ഥയാണ്. മറിച്ച് അവിടെ പ്രാദേശിക ദ്രാവിഡ പാർട്ടികൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കിട്ടുന്നത്. ആ ഒരു ദ്രാവിഡവാദം പണ്ട് മുതലേ ഉയർന്നു കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രാദേശിക പാർട്ടികൾക്ക് കൂടുതൽ പിടിമുറുക്കാൻ സൗകര്യമുള്ള ഒരു തലത്തിലാണ് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സ്പിയർ. മറുവശത്ത് ബംഗാളിൻ്റെ സ്ഥിതി അതല്ല. ബംഗാൾ BJP കുറി പിടിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയ ഒരു സംസ്ഥാനമാണ്. ബംഗാൾ പിടിച്ചാൽ അവർക്ക് അത് മറ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഒന്നാകെ കൈപ്പിടിയിലേക്ക് വരുന്ന അതിൻ്റെ ഒരു വാതായനമായി നിൽക്കുന്നൊരു ഇടമാണ്. ബംഗാൾ എക്കാലവും BJP വളരെ ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനമാണ്.
ബംഗാളിൽ രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, പതിറ്റാണ്ടുകൾ CPM ഭരിച്ച ഒരു സംസ്ഥാനം, അവിടെ നിന്ന് അവർ പൂർണ്ണമായും ഒഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മറുവശത്ത് ബംഗാളിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ചാൽ ഇന്ത്യ മുന്നണിയെ തോൽപ്പിച്ചു എന്ന പ്രതീതി പൊതുവെ ഇന്ത്യയിലുണ്ടാകും. 2029 തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ BJPയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. 2026 3 വർഷം. അതുകൊണ്ട് തന്നെ എന്ത് തന്ത്രവും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 2029 തെരഞ്ഞെടുപ്പാണ് മോദി ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ BJP പറയുന്നത് അതല്ല, ഞങ്ങളുടെ ലക്ഷ്യം 2047 എന്നാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. ആ സമയത്ത് മറ്റ് വികസിത രാജ്യങ്ങളെ പോലെ തന്നെ നിയമനിർമ്മാണ സഭകളിൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം. അതാണ് BJP പറഞ്ഞു വയ്ക്കുന്നത്. അത് കുറച്ചുകൂടി ജനങ്ങൾക്ക് കൺവിൻസിങ് ആവില്ലേ? അല്ല, 2034 ഈ നിയമം ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകും. 33% വനിതാ പ്രാതിനിധ്യം, 50% സീറ്റുകളുടെ കാര്യത്തിൽ വർധനവ്. കാരണം 2026 നടക്കുന്ന സെൻസസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരാൻ 5 വർഷങ്ങൾ കൂടി വേണ്ടി വരും എന്നാണ് കണക്കുകൾ. അപ്പോൾ 2029 തെരഞ്ഞെടുപ്പ് എങ്കിൽ 2026 സെൻസസിന് ശേഷം 2031 മണ്ഡല പുനഃക്രമീകരണ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പൂർത്തിയാക്കി പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് വരാനും, അപ്പോൾ അടിമുടി ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ മാറും. അത് ദക്ഷിണേന്ത്യക്ക് എത്ര അനുകൂലമായിരിക്കില്ല. ശരിക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പരാജയപ്പെടുന്ന ഒരു വേള കൂടി ഇന്നലെ നമ്മൾ കണ്ടത്. അന്ന് ഈ മാറ്റം വരുമ്പോൾ പ്രതിഷേധിക്കാൻ ഇവർക്ക് വോയിസ് ഉണ്ടാവുകയും ചെയ്യില്ല. കാരണം ഖാർഗെ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു മറ്റേത് നടപ്പിലാക്കണമെന്ന്. അതെ, വനിതാ സംവരണ ബിൽ മതി, ലിമിറ്റേഷൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ BJP NDAയും മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു വലിയ വാഗ്ദാനം ഇവർ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അതെ, ജനസംഖ്യാനുപാതികമായി MP-മാരുടെ എണ്ണം ഉയർത്തുക എന്ന വാദം പൊളിച്ചുകൊണ്ട് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയയിലേക്ക് കടന്നാൽ നമുക്കറിയാം 2034 തെരഞ്ഞെടുപ്പിൽ മറ്റൊരു തരംഗമായിരിക്കും ഇന്ത്യയിൽ സംഭവിക്കുക. പക്ഷെ എന്തുകൊണ്ടാകാം ഇത് ഈ ഒരു BJPയുടെ ഈ ഒരു തന്ത്രം കോൺഗ്രസിന് മനസ്സിലാകാതെ പോയത്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ഷോർട്ട് ടൈം പ്ലാൻ മാത്രമേ ഉള്ളൂ. 2029 തെരഞ്ഞെടുപ്പ് സേഫ് ആക്കുക. ഈ 2029 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ BJPയിൽ മോദി ഫാക്ടറാണ്. മോദി എന്ന ഒരു വിഷയം, അതാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ കീറാമുട്ടിയായി NDA മുന്നണിയെ നയിക്കുന്ന ഒരു നേതാവ് ഐക്യനായിട്ട് നിന്നത്. ഇപ്പോൾ 2029 തെരഞ്ഞെടുപ്പിലും ഈ മോദി ഫാക്ടർ ആയിരിക്കും. മോദി ഫാക്ടറിന് കൂടുതൽ കരുത്ത് പകരും ഇപ്പോൾ NDA മുന്നോട്ട് വെച്ച ഈ ബിൽ പാസ്സായാൽ. കാരണം അധികമായി ലഭിക്കുന്ന സീറ്റുകൾ അത് BJPക്ക് അനുകൂലമായി മാറും. കാരണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ പോലും പരിശോധിക്കുമ്പോൾ ഉത്തരേന്ത്യൻ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അനുപാതം നോക്കുമ്പോൾ മോദി സർക്കാർ വീണ്ടും തിരിച്ചു വരാൻ അത് കാരണമാകും. പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കലാകും? കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എപ്പോഴും BJPയെ പിന്തുണയ്ക്കണമെന്നുണ്ടോ? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ 1-2 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേറ്റ തിരിച്ചടിയാണ് BJPയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ഇല്ലാതാക്കിയത്. അത് ശരിക്കും ന്യായയുക്തമായൊരു ചോദ്യമാണ്. പക്ഷേ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നടിച്ചിട്ടില്ല. കാരണം പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് അക്കാര്യം ബോധ്യമാകും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലടക്കം പ്രതിപക്ഷ നിരക്ക് ചില സീറ്റുകൾ കൂടുതൽ കിട്ടി എന്നതൊഴിച്ചാൽ BJPയുടെ ഒരു ശക്തി ക്ഷയിച്ചു എന്ന് നമുക്ക് പറയുക വയ്യ. പക്ഷേ സീറ്റുകളുടെ എണ്ണം ആനുപാതികമായി കൂടിയാൽ അതിൻ്റെ ആത്യന്തിക നേട്ടം BJPക്ക് തന്നെയാവും. കാരണം ദക്ഷിണേന്ത്യയിൽ നിന്ന് അവർക്ക് സീറ്റ് കിട്ടുന്നില്ല. കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടക ഒരു പരിധിവരെ BJPയുടെ കയ്യിലിരുന്ന സംസ്ഥാനമാണ്. അവിടെ കോൺഗ്രസ് പിടിമുറുക്കി. ആന്ധ്രാപ്രദേശ് പ്രാദേശിക കക്ഷികൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ തലത്തിൽ നോക്കുമ്പോൾ ഇതുവരെ BJPക്ക് വളരെ കടന്നു കയറാൻ കഴിയാതെ നിൽക്കുന്നത് ദക്ഷിണേന്ത്യ. നമുക്ക് തെലങ്കാന തൊട്ടുള്ള ചരിത്രം, തെലങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ സീറ്റ് ഇരട്ടിയായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ കിട്ടുന്ന സീറ്റുകളുടെ അനുപാതം നോക്കുമ്പോൾ അത് BJPയെ രക്ഷിക്കും എന്നവർ കണക്കൂട്ടിയാൽ അതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഈ ആശയത്തിന്മേലുള്ള അവരവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഒരുപക്ഷെ ഈ തമിഴ്നാട് ബംഗാൾ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പുകളെങ്കിലും ഒരുപക്ഷെ ഇതിന് കൃത്യമായി ഇത് ജനങ്ങൾ എങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ കൃത്യമായ പ്രതിഫലനം നൽകുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും രസകരമായ സംഭവ വികാസങ്ങളാണ് പാർലമെൻറ്റിലും പുറത്തും ഒക്കെ ഇപ്പോൾ സംഭവിക്കുന്നത്. 2 സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, അതാണ് എല്ലാവരുടെയും നെഞ്ചിടിപ്പ് ഉയർത്തുന്നത്. നമസ്കാരം.
കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.